രാഷ്ട്രീയം വല്ലാത്ത ഒരു ഏരിയയാണ്. അവിടെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും സംഭവിക്കും. പലപ്പോഴും പ്രതീക്ഷിച്ച കാര്യങ്ങൾ സംഭവിക്കാറില്ല. അത് നമുക്ക് വലിയ മനപ്രയാസം ഉണ്ടാക്കും. അങ്ങനെ എനിക്ക് മനപ്രയാസം ഉണ്ടാക്കിയ ഒരു സംഭവമാണ് തമിഴ്നാട്ടിൽ BJP AIADMKയുമായിട്ട് കൂട്ടുകൂടുകയും അതിനെ തുടർന്ന് അണ്ണാമലൈ ആരുമല്ലാതാകുകയും ചെയ്തു. അണ്ണാമലൈ കുറച്ചു കാലം മുമ്പ് തന്നെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറി നയനാർ നാഗേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റായി. നയനാർ നാഗേന്ദ്രൻ 2017 AIADMKയിൽ നിന്ന് രാജിവെച്ച് BJPയിൽ വന്ന ആളാണ്. അയാൾക്ക് ശേഷമാണ് അണ്ണാമലൈ BJPയിൽ വരുന്നത്. 2019 18 അവസാനം ഒക്കെ IPSൽ നിന്ന് രാജിവെച്ച് അദ്ദേഹം ഒരു NGO നടത്തി, സാമൂഹ്യ സേവനം, പഠനം, ഇതൊക്കെയായിട്ട് പിന്നെയാണ് BJPയിൽ ചേരുന്നത്. അദ്ദേഹത്തെ സംസ്ഥാന പ്രസിഡന്റാക്കി 2021 AIADMKയുമായിട്ട് BJP കൂട്ടുകെട്ടായിരുന്നു. എന്നിട്ട് 3.5% വോട്ടാണ് തമിഴ്നാട്ടിൽ കിട്ടിയത്. അണ്ണാമലൈ അത് 2024 11.5% കൂട്ടി, 8% വർധനവ്. അത് പിന്നെയും വർദ്ധിപ്പിക്കാം എന്നുള്ള കോൺഫിഡൻസ് അണ്ണാമലൈക്ക് ഉണ്ടായിരുന്നു. അത്രയധികം പോപ്പുലറായിരുന്നു ആ മനുഷ്യൻ. അത്ര വലിയ ഹിന്ദുത്വവാദിയായിരുന്നു, അത്ര വലിയ രാഷ്ട്രവാദിയായിരുന്നു. 24 മണിക്കൂറും അധ്വാനിക്കുമായിരുന്നു, ചെറുപ്പമായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. തമിഴ്നാടിനെ ഇളക്കി മറിച്ച ഉജ്ജ്വലമായ ആ പ്രകടനങ്ങൾ, പ്രതിഷേധങ്ങൾ, ജാഥകൾ, പ്രസംഗങ്ങൾ നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടതാണ്. നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വം, ജനങ്ങളെയും കൊണ്ട് നിറഞ്ഞു നിന്ന ആൾ, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വെല്ലുവിളിക്കുന്ന ആൾ, സാധാരണ പ്രവർത്തകർക്ക് വേണ്ടി പ്രാണൻ കൊടുക്കുന്ന ആൾ. ഇങ്ങനെ അണ്ണാമലൈ വളരെ പോപ്പുലറായി. 2024 ലോക്സഭയിൽ തമിഴ്നാട്ടിൽ സീറ്റൊന്നും കിട്ടിയില്ല. പക്ഷേ വോട്ട് ശതമാനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗണ്യമായിട്ട് വർദ്ധിച്ചു. സീറ്റ് കിട്ടാത്തതിന് കാരണമുണ്ട്. അണ്ണാമലയെ തോൽപ്പിക്കാനായിട്ട് മാത്രം ADMK DMKയ്ക്കും DMK ADMKയ്ക്കും തിരിച്ചും മറിച്ചുമൊക്കെ വോട്ട് ചെയ്തു. ഇവിടെ കേരളത്തിൽ BJPയെ തോൽപ്പിക്കാൻ LDFും UDFും അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ചെയ്യാറുണ്ടല്ലോ. അതേ പരിപാടി തമിഴ്നാട്ടിലും. തമിഴ്നാട്ടിൽ ഈ ദ്രാവിഡ കക്ഷികൾ എന്ന് പറയുന്നവർ, അവര് ഒരു തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം എന്നുള്ള നിലയ്ക്ക് ഹിന്ദി വിരുദ്ധത, സനാതനധർമ്മത്തെ ഡെങ്കു പോലെ, കൊറോണ പോലെയൊക്കെ നശിപ്പിക്കണം, ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുമെങ്കിലും തമിഴ്നാട്ടിൽ ഹിന്ദുത്വം തുടിച്ചു നിൽക്കുന്ന ഒരു നാടാണ്. ഈ പറയുന്നവരുടെയൊക്കെ ഭാര്യമാരൊക്കെ അമ്പലത്തിൽ തന്നെയാണ് താമസം. അവിടെ സ്റ്റാലിൻ വലിയ നിരീശ്വരവാദം പറയുകയും സ്റ്റാലിൻ്റെ ഭാര്യ ഗുരുവായൂർ വന്നിട്ട് 9 കിലോയോ മറ്റോ ഉള്ള സ്വർണ്ണ കിരീടം ഗുരുവായൂരപ്പന് കൊടുക്കുകയൊക്കെ ചെയ്യും. ഇങ്ങനെ അന്തസ്സാരശൂന്യമായ നിരീശ്വരവാദം, ഹിന്ദു വിരോധം, ഇതൊക്കെ അവർ കൊണ്ടു നടക്കുന്നുണ്ട്. പക്ഷെ തമിഴ്നാടിൻ്റെ ഹിന്ദു സ്വഭാവത്തിന് ഇന്നും യാതൊരു കുറവും വന്നിട്ടില്ല. ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളുള്ള സ്ഥലം തമിഴ്നാടാണെന്നാണ് പലരും പറയുന്നത്. അതിന് കൃത്യമായ കണക്കൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലത്ത് BJPക്ക് തീർച്ചയായിട്ടും ഇൻറോഡ്സ് ഉണ്ടാക്കാൻ പറ്റും. ഒരല്പം സമയമെടുക്കും, അത്രയേ ഉള്ളൂ. കാരണം ഈ EV രാമസ്വാമി നായ്ക്കരുടെ സ്വാധീനം, അണ്ണാദുരൈയുടെ സ്വാധീനം, ഇതൊക്കെ വളരെ വലുതായി ഇപ്പോഴും അവരുടെ ചോരയിൽ കിടപ്പുണ്ട്. ബാക്കിയുള്ളവരൊക്കെ, കരുണാനിധിയാണെങ്കിലും MG രാമചന്ദ്രനാണെങ്കിലും ജയലളിതയാണെങ്കിലും ഈ ദ്രാവിഡവാദമൊന്നും അത്രയ്ക്കൊന്നും കൊണ്ടുപോയിരുന്നില്ല.
വാസ്തവത്തിൽ ഇ വി രാമസ്വാമി നായിക്കർ ഒരു തമിഴ് വിരുദ്ധനായിരുന്നു. തമിഴ് ഭാഷ പഠിക്കരുത്, അത് പൊട്ടന്മാരുടെ ഭാഷയാണ്, അത് സനാതനധർമ്മത്തിൻ്റെ ഭാഷയാണ്, തമിഴ് പഠിച്ചാൽ തന്നെ നിങ്ങൾ ഹിന്ദുത്വവാദിയായിട്ട് മാറും എന്ന് വാദിച്ച ആളായിരുന്നു രാമസ്വാമി അയ്യർ. പക്ഷേ ഇപ്പോൾ ഇ വി ആർ എന്ന് പറഞ്ഞാൽ ഈ ഇതാണ് തമിഴിൻ്റെ പ്രാണനാണ് എന്നുള്ള മട്ടിൽ. ഞാനിടയ്ക്ക് ഇ വി രാമസ്വാമി അയ്യർ എന്ന് പറഞ്ഞു ഒന്നു, അത് തെറ്റാണ്. ഇ വി രാമസ്വാമി നായിക്കർ. ഇ വി രാമസ്വാമി നായിക്കർ ഒരു കാലത്ത് വലിയ ഹിന്ദുവായിരുന്നു കേട്ടോ. 1924 നമ്മളുടെ വൈക്കം സത്യാഗ്രഹം നടക്കുമ്പോൾ അതിനകത്ത് പങ്കെടുത്തവരിൽ പ്രമുഖൻ ഇ വി രാമസ്വാമി നായിക്കരായിരുന്നു. അന്ന് അദ്ദേഹം പ്രസംഗിച്ചു, നോക്കൂ, ഇങ്ങനെ ഹിന്ദുക്കളിലെ കുറച്ചു പേർക്ക് വഴി നടക്കാൻ സ്വാതന്ത്ര്യം കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വല്ല ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആയിട്ട് മാറും. ഇപ്പം തന്നെ മുസ്ലിങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. നിങ്ങൾ എന്ത് ഭാവിച്ചാണ് ഹിന്ദുക്കളെ ചെയ്യുന്നത് എന്ന് ചോദിച്ച് ഹിന്ദു ഐക്യത്തിന് വേണ്ടി പ്രസംഗിച്ച ആളാണ് 1924 ഇ വി രാമസ്വാമി നായിക്കർ. അദ്ദേഹത്തിൻ്റെ പ്രതിമ കൊല്ലത്ത് വെച്ചവർ ഈ പ്രസംഗത്തെ പറ്റി ആർക്കും അറിയില്ല. ഈ പ്രസംഗം ഞാൻ വായിച്ചത് 1974 വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 50-ാം വാർഷികം. അന്ന് ഒരു സുവനീർ ഇറക്കി വൈക്കം മുനിസിപ്പാലിറ്റി. ആ സുവനീറിൽ ഇ വി രാമസ്വാമി നായിക്കർ ചെയ്ത പ്രസംഗം തർജ്ജമ ചെയ്ത് ചേർത്തിട്ടുണ്ട്. അന്ന് പത്രത്തിൽ വന്നതാണ്. കേരളകൗമുദി പത്രമോ മറ്റോ ആ പ്രസംഗം റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് കേരളത്തിൻ്റെ ആർക്കൈവ്സിൽ നിന്നെടുത്തിട്ട് ഈ സുവനീറിൽ ഇതിൻ്റെ കമ്മിറ്റിക്കാർ പ്രസിദ്ധം ചെയ്തിട്ടുണ്ട്. ഞാൻ വായിച്ചിട്ടുണ്ട്, എൻ്റെ കയ്യിൽ കോപ്പിയുണ്ട്. ഇതായിരുന്നു ഇ വി രാമസ്വാമി നായിക്കർ. അതിനുശേഷം ഇ വി രാമസ്വാമി നായിക്കർ എവിടെയോ വെച്ച് ഹിന്ദു വിരുദ്ധനായിട്ട് മാറുകയും ദേശവിരുദ്ധനായിട്ട് മാറുകയും ബ്രിട്ടീഷുകാരോട് ഇന്ത്യ വിട്ട് പോകരുത്, പോവുകയാണെങ്കിൽ തന്നെ ഈ തമിഴ്നാട്, ദ്രാവിഡ നാട് നിങ്ങളുടെ കയ്യിൽ തന്നെ വയ്ക്കണം, നിങ്ങളുടെ ഭരണത്തിൽ തന്നെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് കത്തയച്ച ആളാണ്. അപ്പോൾ ഈ മനുഷ്യൻ്റെയൊക്കെ സ്വാധീനം ഗ്രാമഗ്രാമാന്തരങ്ങളിൽ അന്നുണ്ടായിരുന്നു. ഇന്ന് ആ സ്വാധീനം പലരും കുത്തിപ്പൊക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർ ധരിക്കുന്നത് ഈ ഇ വി ആർ ഇതിൻ്റെ ഒരു തമിഴിൻ്റെ ഒരു പ്രവാചകനായിരുന്നു എന്നാണ്. അങ്ങനെയല്ല. ഇ വി ആർ തമിഴിനെ വെറുത്തിരുന്നു. തമിഴ് ഒരു കാലത്തും പഠിക്കരുതെന്ന് പറഞ്ഞിരുന്നു. നിരീശ്വരവാദത്തിൻ്റെ ഉസ്താദായിരുന്നു. എത്രയോ ഗണപതി പ്രതിമകൾ തമിഴ്നാട്ടിൽ അവിടെ ഇവിടെയായിട്ട് ആലിൻ്റെ ചുവട്ടിലെല്ലാം ഗണപതിയെ കാണാം. ഈ ഗണപതിയെ എല്ലാം എടുത്ത് ഓടയിലേക്ക് കളയിപ്പിച്ചു ഇ വി ആർ. ഇന്ന് ആ സ്ഥലങ്ങളിൽ നിന്നെല്ലാം, ഞാൻ ഈ പറയുന്നത് കോയമ്പത്തൂർ, ഈറോഡ്, സേലം ആ ഭാഗത്തു നിന്നാണ്. ഇന്ന് തമിഴ്നാട്ടിൽ നിന്ന് അതുപോലെ ഇ വി ആർ നിഷ്കർഷിച്ച അതേ കറുപ്പ് വസ്ത്രമെടുത്ത് കോടിക്കണക്കിന് ഭക്തജനങ്ങൾ ശബരിമലയിൽ വരുന്നു. ആ പാര് ജയിച്ചു. ഏകദേശം 4000 പിള്ളയാർ എന്നാണ് ഗണപതിയെ പറയുന്നത്. പിള്ളയാർ പ്രതിമകൾ ഓടയിലേക്ക് വലിച്ചെറിഞ്ഞു. കുറഞ്ഞതൊരു 40,000 പിള്ളയാർ തിരിച്ച് ആലിൻ ചുവട്ടിലേക്ക് വരികയും ചെയ്തു. അതാണ് ഹിന്ദുത്വത്തിൻ്റെ മഹത്വം. ഇ വി രാമസ്വാമി നായിക്കരുടെ ഒരു സ്മാരകം കാഞ്ചി കാമകോടി പീഠം ആശ്രമത്തിൻ്റെ ഏകദേശം എതിർവശത്തായിട്ട് നിൽപ്പുണ്ട്. ഇ വി ആറിനോട് ദേഷ്യം വന്ന ആ കാലത്ത് ആൾക്കാർ വ്യാപകമായിട്ട് തമിഴ്നാട്ടിൽ ഇ വി ആറിൻ്റെ പ്രതിമകൾ തകർത്തു. കാഞ്ചിയിൽ വന്നു. ഈ സ്മാരകവും ചെറിയൊരു സ്മാരകമാണ്. അത് തകർക്കാൻ പോയപ്പോൾ കാഞ്ചി മഠാധിപതി ജയേന്ദ്ര സരസ്വതിയാണ് അത് വേണ്ട, അത് തകർക്കരുത്. എന്താ സ്വാമി, ഇയാൾ ചെയ്ത ദ്രോഹത്തിന് കയ്യും കണക്കും ഇല്ല. ഇരിക്കട്ടെ, അയാൾ ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ, ഒരു സ്മാരകം അയാൾക്ക് വേണം, അവിടെ ഇരുന്നോട്ടെ. ഇങ്ങനെ പറഞ്ഞ് ഒരു സ്മാരകം ജയേന്ദ്ര സരസ്വതി സ്വാമികൾ നിലനിർത്തി കൊടുത്തു. ഇതാണ് ഇ വി ആറിൻ്റെ ചരിത്രം. ഇ വി ആർ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഗ്രാമഗ്രാമാന്തരങ്ങളിൽ പ്രവർത്തിച്ച് ആളുകളുടെ ഇടയ്ക്ക് സ്വാധീനം ഉണ്ടാക്കിയ ആളാണ്. ദുസ്വാധീനമായിക്കോട്ടെ, പക്ഷെ അതുണ്ടാക്കി.
അപ്പോൾ ഇത് തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര ജോലി അല്ല എന്ന് അണ്ണാമലയ്ക്ക് മനസ്സിലായി. അങ്ങനെ അടിസ്ഥാനപരമായ മാറ്റത്തിന് വേണ്ടി അണ്ണാമലൈ പ്രവർത്തിച്ചു. എന്നാൽ ഇപ്പോൾ സംഭവിച്ചത് വിധി വൈപരീത്യമാണ്. ഞാൻ എൻ്റെ ഒരു ധാരണ 2024 സെറ്റ് ബാക്ക്, 2024 തെരഞ്ഞെടുപ്പിൽ 240 സീറ്റ് മാത്രമേ BJP കിട്ടിയുള്ളൂ. തനിച്ച് ഭൂരിപക്ഷമില്ല. അത് കേന്ദ്ര BJP വലിയൊരു സെറ്റ് ബാക്കായിരുന്നു. മാനസികമായിട്ട് അവർ ഭയന്നുപോയി. അപ്പോൾ ഇനി അതുണ്ടാവാതിരിക്കാനായിട്ട് തെക്കേ ഇന്ത്യയിലും തങ്ങളുടെ ബേസ് വർദ്ധിപ്പിക്കണമെന്നും അതിന് AIADMKയുമായിട്ട് കൂട്ടുകൂടിയാലേ പറ്റുള്ളൂ എന്നും കേന്ദ്ര BJP തീരുമാനിച്ചു. അണ്ണാമലൈ അതിന് ശക്തിയുക്തം എതിർത്തു. അണ്ണാമലൈ പറഞ്ഞു, ഒരു 5 വർഷം കൂടെ വെയിറ്റ് ചെയ്ത് നമുക്ക് തമിഴ്നാട് ഒറ്റയ്ക്ക് പിടിക്കാം. DMK പോലെ തന്നെ കള്ളന്മാരാണ് ADMKക്കാർ, അവരുമായിട്ട് കൂട്ടുവേണ്ട എന്ന് വാശി പിടിച്ചു. ഈ വിവരമെല്ലാം ADMK അറിയുന്നുണ്ട്. ADMKയിലെ നേതാവ് എടപ്പാടി പളനിസ്വാമി, അതാണല്ലോ അവരുടെ പാർട്ടി നേതാവ്. O പന്നീർസെൽവത്തെ തഴഞ്ഞ് എടപ്പാടി പാർട്ടി പിടിച്ചെടുക്കുകയായിരുന്നു. അങ്ങനെയാണ് EPS OPS യുദ്ധം തുടങ്ങിയത്. OPS കോടതിയിൽ പോയി കോടതി വഴിക്ക് പാർട്ടി പിടിച്ചെടുക്കാനൊക്കെ നോക്കിയെങ്കിലും തോൽവിയായിരുന്നു ഫലം. EPSന് അപ്രമാദിത്വം കിട്ടി. പാർട്ടി EPSൻ്റെ കയ്യിലായി. EPS അണ്ണാമലയെ നോട്ടമിട്ട് വെച്ചു. ഒരു അലയൻസ് വരികയാണെങ്കിൽ അണ്ണാമലയ്ക്ക് സീറ്റ് കൊടുക്കരുത് എന്ന് EPS മനസ്സിൽ തീരുമാനിച്ചു. ഇപ്പം അത് നടപ്പിലാക്കി. അണ്ണാമലയ്ക്കും അണ്ണാമലയെപ്പോലെ ADMKയുമായിട്ട് കൂട്ടുകെട്ട് വേണ്ട എന്ന് ശക്തമായിട്ട് വാദിച്ച അണ്ണാമലയുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ, അവർക്ക് ആർക്കും തന്നെ BJP സീറ്റ് കൊടുക്കരുത് എന്ന് ഒരു കണ്ടീഷൻ ഈ എടപ്പാടി പളനിസ്വാമി വെച്ചു. BJP അതിന് കീഴടങ്ങി. പലരും പറഞ്ഞു, വനതി ശ്രീനിവാസൻ്റെ കോയമ്പത്തൂർ സൗത്ത് സീറ്റോ അങ്ങനെ ആ സീറ്റ് വേണം ഈ സീറ്റ് വേണം എന്നൊക്കെ അണ്ണാമലൈ കടുംപിടുത്തം പിടിച്ചു. അത് കൊടുത്തില്ല. അങ്ങനെ അണ്ണാമലൈ എങ്ങുമില്ലാതെയായി എന്നൊക്കെയാണ്. പക്ഷെ ഞാൻ അന്വേഷിച്ച് അറിഞ്ഞത് ഇത് ADMKയുടെ നിർബന്ധപ്രകാരമാണ്. ആ മനുഷ്യന് ഞങ്ങളോട് വല്ലാത്ത വെറുപ്പുണ്ട്. അയാളുമായിട്ട് സഹകരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അയാൾക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കരുത്, അയാൾക്കും കൊടുക്കരുത്, അയാളുടെ കൂടെയുള്ളവർക്കും കൊടുക്കരുത്. നിർഭാഗ്യവശാൽ BJP ആ ഡിമാൻഡിന് കീഴടങ്ങി. അത് സംഭവിക്കും എന്നുള്ളതിൻ്റെ അടയാളം നേരത്തെ കണ്ടിരുന്നു. തമിഴന്മാരുടെ തന്നെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, യാനൈ വരും മുന്നാലെ മണിയോസൈ വരും. ആന വരുന്നതിന് മുമ്പ് തന്നെ ആനയുടെ കഴുത്തിൽ കെട്ടിയ മണിയുടെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും. അങ്ങനെ കേട്ട മണിയുടെ ശബ്ദമായിരുന്നു തമിഴിസൈ സൗന്ദരരാജൻ്റെ വരവ്. തമിഴിസൈ സൗന്ദരരാജൻ തമിഴ്നാട്ടിൽ BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. പിന്നെ തെലങ്കാനയിലെ ഗവർണറായിട്ട് പോയി. ആ ഗവർണർ സ്ഥാനം മുഴുവിപ്പിക്കുന്നതിന് മുമ്പ്, ആ ടേം തീരുന്നതിന് മുമ്പ് തമിഴിസൈ സൗന്ദരരാജനെ തിരിച്ച് തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നു. അത് ഒരു സിഗ്നലായിരുന്നു. അന്ന് തന്നെ എൻ്റെ ഉള്ളിൽ ഇത് കുഴപ്പത്തിലേക്കുള്ള ഒരു പോക്കാണ് എന്ന് തോന്നി. ഞാൻ ആരോടൊന്നും പറഞ്ഞില്ല. പക്ഷെ ഇതറിയാവുന്ന ധാരാളം പേരുണ്ട്. ഞാൻ ദൈവജ്ഞനായതുകൊണ്ടൊന്നുമല്ല. തമിഴ്നാട്ടിലെ BJPക്കാർക്ക് RSSകാർക്ക് ഒക്കെ അറിയാം ഈ തമിഴിസൈ സൗന്ദരരാജൻ വന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇതേത് രീതിയിലാണ് കേന്ദ്ര BJP ചിന്തിക്കുന്നത് എന്ന്. കാരണം തമിഴിസൈ സൗന്ദരരാജൻ DMKയുമായിട്ട് ഗുഡ് ടേംസിലാണ്, ADMKയുമായിട്ട് ഗുഡ് ടേംസിലാണ്. ആരുമായിട്ടും ഏത് ഡീലും ഉറപ്പിക്കാൻ സാമർഥ്യമുള്ളൊരു സ്ത്രീയാണ്. അപ്പോൾ അവരെ ആക്റ്റീവ് പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ തന്നെ യെസ്, സംതിങ് ഈസ് കുക്കിംഗ് ബിഹൈൻഡ് എന്ന് തോന്നി. ഇത് രാഷ്ട്രീയത്തിൽ അപൂർവമായ കാര്യമൊന്നുമല്ല. പക്ഷേ ഇത് ഓരോ തവണ ഇത് സംഭവിക്കുമ്പോഴും നമുക്ക് വിഷമം തോന്നും. പണ്ട് ജനസംഘത്തിൽ നിന്ന് ഇതുപോലെ പുറത്തു പോയ ഒരാളാണ് ബൽരാജ് മന്ത്രോക്ക്.
ആ കഥ പലർക്കും അറിയില്ലായിരിക്കാം. ഏതായാലും ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിക്കുക. കാരണം അതിപ്പോൾ പ്രസക്തിയില്ല, പണ്ടെന്നോ സംഭവിച്ചൊരു കാര്യം. അദ്ദേഹം പാർട്ടി വിട്ടു. പിന്നെ പുതിയ പാർട്ടി ഉണ്ടായി, അഖില ഭാരതീയ ജനസംഘം എന്ന് പറഞ്ഞുണ്ടാക്കി. അതൊന്നും ഗതി പിടിച്ചില്ല. പക്ഷെ മഹാപ്രതിഭാശാലിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം പുറത്തു പോയത് ഈ ജനസംഘത്തിന് അന്ന് സോഷ്യലിസം, ഈ അത് നോൺ നെഗോഷ്യബിളായ ഒരു വാക്കായിരുന്നു ഭാരതത്തിൽ. ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങളൊക്കെ ചിരിക്കും. എല്ലാവരും സോഷ്യലിസ്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ കുറച്ചിലാണ്. കേരളത്തിൽ പുരോഗമനവാദി അല്ലെങ്കിൽ മതേതരവാദി എന്നൊക്കെ പറയില്ല. നിങ്ങൾ മതേതരവാദി അല്ലെങ്കിൽ നിങ്ങളെ എല്ലാവരും കൊച്ചാക്കും, വെറുക്കപ്പെട്ടവനാകും. അപ്പോൾ ഇപ്പോൾ പതുക്കെ ചോദ്യം ചെയ്ത് തുടങ്ങിയിട്ട് എൻ്റെ തലമുറയിലുള്ളവരാണ് ഞാൻ മതേതരവാദിയല്ല അതുകൊണ്ട് എന്താ എന്ന് തിരിച്ചു ചോദിക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പുള്ള ബി ജെ പിക്കാർ, ആർ എസ് എസ്സുകാരൊക്കെ അല്ല, ഞാനാണ് യഥാർത്ഥ മതേതരവാദി, നിങ്ങൾ കപട മതേതരവാദികളാണ് എന്ന് പറഞ്ഞ് സ്യൂഡോ സെക്യുലറിസം എന്നുള്ളൊരു വാക്ക്, അത് എൽ കെ അദ്വാനി കോയിൻ ചെയ്ത വാക്കാണ്, സ്യൂഡോ സെക്യുലറിസം. അങ്ങനെ സ്യൂഡോ സെക്യുലറിസം അവരെ തിരിച്ചു വിളിക്കുകയും റിയൽ സെക്യുലറിസം ഞങ്ങളാണെന്ന് അവകാശപ്പെടുകയൊക്കെ ചെയ്യുന്നൊരു കാലം. ഇപ്പം അത് പോയിട്ട് എനിക്ക് മതേതരത്വം ഇല്ല, പോടാ അതുകൊണ്ടെന്താ എന്ന് തിരിച്ചു ചോദിക്കുന്ന ഒരു കാലം വന്നു. കാലം മാറി മാറി വരികയാണ്. അതുപോലെ അന്ന് സോഷ്യലിസം നിർബന്ധമുള്ളൊരു കാര്യമായിരുന്നു. ബൽരാജ് മധോക്കിന് സോഷ്യലിസം ഒട്ടും ഇഷ്ടപ്പെട്ട വാക്കായിരുന്നില്ല. അതിനെ ചൊല്ലി കശപിശയുണ്ടായി. പിന്നീട് അത് വേറൊരു തലത്തിലേക്കൊക്കെ പോവുക. അങ്ങനെ അദ്ദേഹം പോയി. പിൽക്കാലത്ത് ഇതുപോലെ പുറത്തുപോയ ഒരാളാണ്, നിശബ്ദനായിട്ട് പിൻവാങ്ങിയ ആളാണ് ഗോവിന്ദാചാര്യ. ഒരു വാക്കിംഗ് കമ്പ്യൂട്ടർ. ഇന്ത്യൻ രാഷ്ട്രീയം മുഴുവൻ ആ ചെറിയ തലയ്ക്കുള്ളിൽ കമ്പ്യൂട്ടറിലുണ്ട്, കംപ്ലീറ്റ്. അത് എവിടെ ഇന്നിപ്പോൾ അമിത്ഷായെ ചാണക്യൻ എന്ന് പറയുന്നു. 90കളിലെ ചാണക്യൻ ഗോവിന്ദാചാര്യായിരുന്നു. നിശബ്ദനായിട്ട് അദ്ദേഹം ഇതുപോലെ പാർട്ടിക്കുള്ളിലെ ചില പ്രശ്നങ്ങൾ കൊണ്ട് പിൻവാങ്ങിയ ആളാണ്. മഹാരാഷ്ട്രയിലെ പ്രമോദ് മഹാജൻ അനിയൻ്റെ വെടിയേറ്റ് മരിച്ചു. പ്രതിഭാശാലിയായിരുന്നു. പ്രമോദ് മഹാജൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ മൻമോഹൻ സിംഗ് സർക്കാർ അധികാരത്തിൽ വരുമായിരുന്നില്ല എന്ന് ഞാൻ കരുതുന്നു. 10 വർഷം നഷ്ടപ്പെട്ടത് പ്രമോദ് മഹാജൻ്റെ അഭാവം കൊണ്ടാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഇതൊക്കെ നമ്മളുടെ ഒരു വിഷ്വൽ തിങ്കിങ് എന്നൊക്കെ പറയാം. എന്നാലും അങ്ങനെ കഴിവുള്ള മനുഷ്യർ, അവർ സാഹചര്യങ്ങളിൽ പെട്ട് അവർ രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്താകുന്നു. ഇത് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാക്കില്ല. അണ്ണാമല പോയാൽ എന്താ, പോകാൻ പറ. എത്രയോ അണ്ണാമലയിൽ വരുന്നു പോകുന്നു. വ്യക്തിയേക്കാൾ വലുതാണ് പാർട്ടി. ഈ ഡയലോഗൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. ഈ എന്തു വന്നു കഴിഞ്ഞാലും പാർട്ടി ചെയ്യുന്നത് ശരിയാണെന്നൊക്കെ പറയുന്നവരുണ്ട്. ഒരുപക്ഷെ അത് ശരിയായിരിക്കുകയും ചെയ്യും, ഞാനതിൽ തർക്കിക്കാനൊന്നുമില്ല. പക്ഷേ വ്യക്തിപരമായിട്ട് എനിക്ക് വല്ലാത്ത ദുഃഖം തോന്നി അണ്ണാമലൈ ഒറ്റപ്പെട്ട് കഴിഞ്ഞപ്പോൾ. ഇപ്പോഴും അദ്ദേഹം പത്രക്കുറിപ്പ് എഴുതി, ഞാൻ സ്വയം സ്ഥാനാർത്ഥിയാകണ്ട എന്ന് തീരുമാനിച്ചതാണ്, പാർട്ടിക്ക് എഴുതി കൊടുത്തതാണ്. ഞാൻ പാർട്ടിയുടെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും വേണ്ടി പ്രചരണത്തിന് ഉണ്ടാവും. എല്ലാ സ്ഥാനാർത്ഥികളും എന്ന് പറഞ്ഞാൽ എത്ര, 27 സീറ്റേ കൊടുത്തിട്ടുള്ളൂ ബി ജെ പിക്ക്. വളരെ കുറഞ്ഞുപോയി. പക്ഷേ ADMK ആണ് അപ്പർ ഹാൻഡ്. അവർ പറയുന്നതിനെല്ലാം തലകുലുക്കുന്ന ഒരു അവസ്ഥയായി തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ. അത് 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുതലാക്കാം എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. മുതലാക്കിക്കോട്ടെ, നല്ലത് വരട്ടെ. പക്ഷേ അതിനിടയിൽ ആരും മനഃപൂർവ്വമൊന്നും അല്ലെങ്കിലും രാഷ്ട്രീയ സാഹചര്യം ഇങ്ങനത്തെ ഒരു ദുരന്തത്തിലേക്ക് അണ്ണാമലയെ കൊണ്ടുപോയതിൽ എനിക്ക് നിസ്സീമമായ ഖേദമുണ്ട്. ഗുഡ് ബൈ അണ്ണാമലൈ. താങ്ക് യു.